കാത്തിരിപ്പിനൊടുവിൽ ഈ വർഷത്തെ ഏഷ്യാകപ്പിന്റെ ഷെഡ്യൂൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ വർഷം സെപ്റ്റംബർ 9 മുതൽ 28 വരെ യുഎഇയിൽ വെച്ചായിരിക്കും ഏഷ്യാകപ്പ് നടക്കുക. അടുത്ത വർഷം വരുന്ന മേജർ ICC ടൂർണമെന്റ് T20 വേൾഡ് കപ്പ് ആയതുകൊണ്ട് T20 ഫോർമാറ്റിലായിരിക്കും ഏഷ്യാകപ്പ് നടക്കുക. അഫ്ഗാനിസ്ഥാൻ, ഹോങ്കോങ്, ഇന്ത്യ, UAE, പാകിസ്ഥാൻ, ഒമാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ് തുടങ്ങി 8 രാജ്യങ്ങളായിരിക്കും ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ് മത്സരത്തോടെയായിരിക്കും ടൂർണമെന്റ് തുടങ്ങുക. ഇന്ത്യയുടെ ആദ്യ മത്സരം സെപ്റ്റംബർ 10 UAEക്കെതിരെയാണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സെപ്റ്റംബർ 14 നടക്കും. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോസിബിളായി 3 മത്സരങ്ങൾ ഫൈനൽ വരെ എത്തിയാൽ ഇവർ തമ്മിൽ കളിക്കാൻ പറ്റും. ഗ്രൂപ്പ് സ്റ്റേജിൽ സെപ്റ്റംബർ 14 സൂപ്പർ 4ലേക്ക് എത്തിയാൽ A1, A2 ടീമുകൾ ഏറ്റുമുട്ടുന്ന സെപ്റ്റംബർ 21 മത്സരത്തിലും സെപ്റ്റംബർ 28 നടക്കുന്ന ഫൈനലിലും അങ്ങനെ 3 മത്സരങ്ങളാണ് പോസിബിളായി ഉള്ളത്. ഇന്ത്യയുടെ എയർലി സ്ക്വാഡ് പ്രൊഡിക്ഷൻ വെച്ച് ബുംറയ്ക്ക് ടൂർണമെന്റിൽ റെസ്റ്റ് കൊടുക്കുമെന്നാണ് കാണുന്നത്. ഗില്ലും ശ്രേയസ് അയ്യരും T20 ടീമിലേക്ക് തിരികെ എത്തിയേക്കുമെന്നും ഹെർണിയ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന സൂര്യകുമാർ യാദവ് ഫിറ്റ് അല്ലെങ്കിൽ ഹാർദിക് ടീമിനെ നയിച്ചേക്കും എന്നുമാണ് കാണുന്നത്. എങ്കിലും സൂര്യ ഫിറ്റായി എപ്പോഴേക്കും എത്താൻ തന്നെയാണ് ചാൻസ്. UAEയിലായതുകൊണ്ട് തന്നെ സ്പിന്നേഴ്സിനായിരിക്കും പ്രിഫറൻസ്. വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ്, അക്ഷർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരായിരിക്കും സ്പിൻ നിരയിൽ പ്രൈം ഫോക്കസ്.